ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പൗരത്വ ഭേദഗതി നിയമം മുതൽ വന്യമൃഗശല്യം വരെ ചർച്ചയാകും. പൗരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസിന്റേത് നിലപാടില്ലായ്മയെന്ന് സർക്കാർ ആരോപിക്കുമ്പോൾ സർക്കാരിന് ഇരട്ടത്താപ്പെന്ന് കോൺഗ്രസ് വാദം. ഭാരത് റൈസിന് ബദലായി കൊണ്ടുവന്ന കെ റൈസും ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. ശക്തമായ സ്ഥാനാർത്ഥികളെ തന്നെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിന് നേരിട്ട സിപിഐഎമ്മിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇക്കുറി പക്ഷേ ഇടത് ക്യാമ്പ് കൂടുതൽ ആത്മവിശ്വാസത്തിലാണ്. സിഎഎ, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വർഗീയ ആക്ഷേപങ്ങൾ എന്നിവയാണ് പ്രധാന പ്രചാരണ വിഷയം. നേതാക്കളുടെ ബിജെപിയിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് ചെറിയ തലവേദനയല്ല കോൺഗ്രസിന്. എസ്എഫ്ഐക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ, ഭരണവിരുദ്ധ വികാരം, അഴിമതി ആരോപണങ്ങൾ, സപ്ലൈകോ വിഷയങ്ങൾ, വന്യജീവി ആക്രമണം, പെൻഷൻ മുടക്കം തുടങ്ങി സംസ്ഥാന സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ ഒട്ടനവധി വിഷയങ്ങളുണ്ട് പ്രതിപക്ഷത്തിന്. ഭാരത് അരിക്ക് പകരം കെ അരി കൊണ്ടുവന്ന സർക്കാർ പ്രതിരോധം തീർത്തെങ്കിലും പെൻഷൻ മുടങ്ങിയത് വലിയ തോതിൽ ചർച്ചയാകും. കേരളത്തിൽ ഇത്തവണയെങ്കിലും അക്കൗണ്ട് തുറക്കാനാണ് ബിജെപിയുടെ ശ്രമം. കേരളത്തിൽ നിന്ന് 2 അക്കമുണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. തൃശൂരിലും തിരുവനന്തപുരത്തുമാണ് ബിജെപിയുടെ നോട്ടം. മാസങ്ങൾക്ക് മുൻപേ തന്നെ പ്രധാനമന്ത്രി തൃശൂരിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചതും ശക്തമായ പോരാട്ടം ലക്ഷ്യം വെച്ചായിരുന്നു. 2019 തിരിച്ചടിക്ക് പകരം വീട്ടാൻ സംസ്ഥാനത്ത് ഇടത് ക്യാമ്പ് മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെയും കെ.സി. വേണുഗോപാലിനെയും ഇറക്കിയാണ് 2019 പ്രകടനം ആവർത്തിക്കാൻ കോൺഗ്രസിന്റെ പോരാട്ടം. 24 തിരുവനന്തപുരം.